+2 ജോഗ്രഫി ഫണ്ടമെൻ്റൽ ഓഫ് ഹ്യൂമൻ ജോഗ്രഫിയിലെ ചാപ്റ്റർ 1 ആണ് ഇന്ന് എടുക്കാൻ പോകുന്നത്. ഈ ഒരു ചാപ്റ്ററിൻ്റെ പേര് ഹ്യൂമൻ ജോഗ്രഫി നാച്ചർ ആൻഡ് സ്കോപ്പ് എന്നാണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്നത് എന്താണ് ഹ്യൂമൻ ജോഗ്രഫി എന്നാണ്. ഹ്യൂമൻ ജോഗ്രഫി സ്റ്റഡി ദ റിലേഷൻ ബിറ്റ്വീൻ ഹ്യൂമൻ ബീയിങ് ആൻഡ് ദ എൻവയോൺമെൻറ്റ് എന്ന് വെച്ചാൽ മനുഷ്യരും പരിസ്ഥിതിയും തമ്മിലുള്ള ബന്ധത്തെ പഠിക്കുന്ന ശാസ്ത്രമാണ് ഭൂമിശാസ്ത്രം എന്നാണ്. ഇനി ഇതിൽ അടുത്തായിട്ട് പഠിക്കാനുള്ള ഒരു 3 പേരുടെ നിർവചനങ്ങളാണ്. ഇതിൽ ആദ്യത്തെ നിർവചനം വരുന്നത് റാറ്റ്സെല്ല് പറഞ്ഞതാണ്. ഹ്യൂമൻ ജോഗ്രഫി ഈസ് ദ സിന്തറ്റിക് സ്റ്റഡി ഓഫ് ദ റിലേഷൻ ബിറ്റ്വീൻ ഹ്യൂമൻ സൊസൈറ്റീസ് ആൻഡ് ദ എർത്ത് സർഫസ്. മനുഷ്യ സമൂഹങ്ങളും ഭൂമിയുടെ ഉപരിതലവും തമ്മിലുള്ള ബന്ധത്തെ സമഗ്രമായി പഠിക്കുന്ന ശാസ്ത്രമാണ് ഭൂമിശാസ്ത്രം എന്നാണ് റാറ്റ്സെല്ല് നിർവചിച്ചത്. ഇനി അടുത്ത നിർവചനം പറഞ്ഞിട്ടുള്ളത് LNC സാമ്പിളാണ്. ഹ്യൂമൻ ജോഗ്രഫി ഈസ് ദ സ്റ്റഡി ഓഫ് ദ ചേഞ്ചിങ് റിലേഷൻ ബിറ്റ്വീൻ മാൻ ആൻഡ് എർത്ത്. മനുഷ്യനും ഭൂമിയും തമ്മിലുള്ള മാറിക്കൊണ്ടിരിക്കുന്ന ബന്ധത്തെ പഠിക്കുന്ന ശാസ്ത്രമാണ് മനുഷ്യഭൂമിശാസ്ത്രം. ഇനി അടുത്ത ഒരാളുടെ നിർവചനം കൂടിയാണിത്. ഹ്യൂമൻ ജോഗ്രഫി സ്റ്റഡി ദ ഫിസിക്കൽ ലോ ഓഫ് ദ എർത്ത് ആൻഡ് ദ റിലേഷൻ എമംഗ് ലിവിങ് ബീയിങ്. ഭൂമിയുടെ ഭൗതിക നിയമങ്ങളെയും അതിലെ ജീവജാലങ്ങളെയും തമ്മിലുള്ള ബന്ധങ്ങളെയും പഠിക്കുന്ന ശാസ്ത്രമാണ് മനുഷ്യശാസ്ത്രം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എൻവയോൺമെൻ്റൽ ഡിറ്റർമിനിസം, പോസിബിലിസം, നിയോ ഡിറ്റർമിനിസം എന്ന 3 കാര്യങ്ങളാണ്. ഇനി നമുക്ക് ആദ്യം എന്താണ് എൻവയോൺമെൻ്റൽ ഡിറ്റർമിനിസം എന്ന് നോക്കാം. ദ എൻവയോൺമെൻറ്റ് കൺട്രോൾ ഹ്യൂമൻ ആക്ടിവിറ്റീസ്. പരിസ്ഥിതിയാണ് മനുഷ്യൻ്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് എന്നാണ് എൻവയോൺമെൻറ്റ് ഡിറ്റർമിനിസം പറയുന്നത്. പിന്നെ ഞാനിതിൽ വളരെ ഷോർട്ടായിട്ടാണ് നോട്ട് തരുന്നത്. ഈ കാര്യങ്ങളൊക്കെ പഠിച്ചാൽ തന്നെ നമുക്ക് എക്സാമിന് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇനി അടുത്തതായി നോക്കാനുള്ളത് പോസിബിലിസമാണ്. Nature provides opportunity and humans use technology to utilize them. പ്രകൃതി അവസരങ്ങൾ നൽകുന്നു, മനുഷ്യർ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് അവ പ്രയോജനപ്പെടുത്തുന്നു. ഇതിനെയാണ് പോസിബിലിസം എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് നിയോ ഡിറ്റർമിനിസം എന്നാണ്. അതിന് മറ്റൊരു പേരും കൊണ്ടുണ്ട്, സ്റ്റോപ്പ് ആൻഡ് ഗോ ഡിറ്റർമിനിസം. ഈ ഒരു ആശയം മുന്നോട്ട് വെച്ചത് ഗ്രിഫിത്ത് ടൈലറാണ്. പ്രകൃതിയെ നശിപ്പിക്കാതെ പ്രകൃതിയെ സന്തുലിതമായി ഉപയോഗിക്കണം എന്നാണ് ഇത് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യമാണ് ഈ ചാപ്റ്ററിൽ നിന്ന് ഇമ്പോർട്ടൻ്റായി ചോദിക്കുന്നത്. ഇതുകൂടാതെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ 2 ബോക്സ് കൊടുത്തിട്ടുണ്ട്. ആ കാര്യങ്ങളും ഒന്ന് ജസ്റ്റ് നോക്കി വെക്കുക. അതുപോലെ തന്നെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ ബാക്കിൽ കുറച്ച് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്. അത് ഒന്ന് ചെയ്ത് ശരിയാവുമോ എന്ന് നോക്കുക. ഞാൻ ഇതിൽ തന്നിട്ടുള്ള നോട്ടെന്ന് പറഞ്ഞാൽ വളരെ ചെറിയ നോട്ടാണ്. അപ്പോൾ ഇതിനി കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതണമെങ്കിൽ നമുക്ക് ടെക്സ്റ്റ് ബുക്ക് വെച്ച് എഴുതാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. വളരെ ഷോർട്ടായിട്ടാണ് എല്ലാ നോട്ടും ഈ ചാനലിലൂടെ പറഞ്ഞു തരുന്നത്. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. നിങ്ങൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമാണ് കൂടുതൽ വീഡിയോസ് നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ. നമ്മളിതുപോലെ എല്ലാ വിഷയത്തിൻ്റെ ക്ലാസ്സും ഇടുന്നതായിരിക്കും. എക്കണോമിക്സ്, പൊളിറ്റിക്സ്, ഹിസ്റ്ററി, ജോഗ്രഫി, അതുപോലെ തന്നെ ഹിന്ദി, ഇംഗ്ലീഷും. ഇത്രയും ക്ലാസ്സാണ് ഈ ചാനലിലൂടെ ഞാൻ ഇടാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക.